ഇവിടെ നമുക്ക് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. LP, KG അങ്ങനെ ഒരു സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. ഒരു 40 കഴിഞ്ഞ ശേഷം മാത്രമാണ് പുതിയ വരുന്നവരെ പരിചയപ്പെടുത്തി. പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാട്ടോ. പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഇന്നലെ ഒരു സൗണ്ട് എന്തോ മനസ്സിലായി. അതിന്റെ അപ്പുറം കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ അത് ഒട്ടും അല്ലായിരുന്നു. ഒരു 50 സെക്കൻഡ് പ്രൊഫഷണലായാലും പേഴ്സണൽ ലൈഫിലായാലും അത് അപ്ലൈ ചെയ്യാൻ നോക്കാം. അഡാപ്റ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അബദ്ധം പറ്റിയേക്കുന്നത് ഏതെങ്കിലും ഒരു അബദ്ധം പറ്റിയേക്കുന്നത് ഇവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിരപ്പള്ളി റൂട്ടൊക്കെ എല്ലാവരും യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇവിടെ സ്വിമ്മിങ്ങിൻ്റെ ആയതുകൊണ്ട് പറയണമല്ല, അല്ലാതെ തന്നെ നമ്മൾ അതിരപ്പള്ളി റൂട്ടൊക്കെ പോകുമ്പോഴേക്കും ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഏരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കുഴികളും കല്ലിൽ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ച കുട്ടികളെയും നമ്മുടെ ഫാമിലിയിലുള്ളവരെയൊക്കെ അവിടെ എൻജോയ് ചെയ്യാൻ വിടാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ എന്താ പറയുക നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇറങ്ങാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് അതിരപ്പള്ളിയൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴാണെങ്കിലും ഫാമിലിയായിട്ട് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആൾക്കാരായിട്ട് പോകുമ്പോഴും എപ്പോഴും ഒരു ബേസിക് റൂൾസും റെസ്പോൺസിബിലിറ്റീസും പാലിക്കും. ഈ എത്രയോ കാലങ്ങളായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 1000 കൊല്ലമായി കാണും, ചിലപ്പോൾ 2000 വർഷമായി കാണും. പേര് അപ്പുറത്തെ ക്ലാസ്സിൽ അപ്പോഴാണ് സാധാരണ കാല് മുങ്ങിയ